വണ്ടൽമേട് പഞ്ചായത്തിലെ കുപ്പക്കല്ല് പഴയ കൊച്ചറ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ നടപ്പുവഴിയില്ലാതായി വയോധിക ദുരിതത്തിൽ. രാജാക്കണ്ടം കുപ്പക്കല്ല് മാമൂട്ടിൽ ഏലിയാമ്മ ജോസഫാണ് സ്വന്തം വീട്ടിലേക്ക് പോവാനാവാതെ വാടക വീട്ടിലും ബന്ധുക്കളുടെ ഭവനങ്ങളിലുമായി കഴിയുന്നത്. പിന്നെ ഇപ്പം വഴിയൊന്നും ചെയ്തു തന്നില്ല. ഇത്രയും വർഷമായിട്ട് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വഴി കണ്ട് കിട്ടിയില്ല. വളരെ ബുദ്ധിമുട്ട്. അക്കരെ കയറി വീട്ടിൽ കൊണ്ട് പോകാൻ വഴിയില്ല. നടപ്പുവഴിയായിരുന്നു ഇവരുടെ വീട്ടിലോട്ടുള്ള ഏക ആശ്രയമായിട്ടുണ്ടായിരുന്നത്. വാഹനങ്ങളൊന്നും നിൽക്കുന്ന സൗകര്യങ്ങളില്ല. അങ്ങനെ ഇരിക്കെ റീബിൽഡ് പദ്ധതി പ്രകാരം അടുത്ത പ്രദേശത്തൂടെ ഒരു പാലം പണിയുകയും അതിനോടനുബന്ധിച്ച് ഇവർ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴി അവിടെ അടയുകയും ചെയ്തു. റീബിൽഡുകാരും ഉന്നതാധികാരികളെല്ലാം അവിടെ ഇടപെട്ടിട്ട് അവിടെ ചെയ്തു തന്നോളാം, നടപ്പുവഴി ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും റീബിൽഡുകാർ അവിടെ വർക്ക് ചെയ്തു. അവർ പോയി. ഇപ്പോൾ നിലവിൽ ആമ്പച്ചിയുടെ വഴി അവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഒരു മാർഗവുമില്ല വീട്ടിലോട്ട് എത്തിച്ചേരാനായിട്ട്. നടപ്പുവഴി പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. 2022 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണിത്. ഇവിടുത്തെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് നടപ്പുവഴി ഇല്ലാതായത്. നിർമ്മാണ വേളയിൽ പുതിയ നടപ്പുവഴി നിർമ്മിച്ചു നൽകാമെന്ന വാർഡ് മെമ്പർ ഉറപ്പു നൽകിയിരുന്നതായും ഏലിയാമ്മ പറയുന്നു. എന്നാൽ നടപടി ഉണ്ടാകാതെ വന്നതോടെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതിയെ തുടർന്ന് റീബിൽഡ് കേരളയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വഴി നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ വണ്ടൽമേട് പഞ്ചായത്തിനെ സമീപിക്കുവാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ ഫണ്ട് ഇല്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. വീടും 50 സെന്റ് സ്ഥലവും സ്വന്തമായുണ്ടെങ്കിലും ഇവിടേക്ക് പ്രവേശിക്കുവാനാണ് ഇപ്പോൾ മാർഗമില്ലാത്തത്. പാലത്തിന്റെ അടിവശത്തുകൂടി ഒഴുകുന്ന തോടിനു കുറുകെ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക തടിപ്പാലത്തിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് വീട്ടിലെത്തുന്നത്. ഇതിനിടെ ചിലർ വീട്ടിലേക്ക് കയറുന്ന നടപ്പാത മുള്ളുവേലി ഉപയോഗിച്ച് കെട്ടിയടച്ചതായും ഏലിയാമ്മ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.